പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓരോ ദിനവും കർത്താവിൻ്റെ കൃപയാലാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. അവിടുന്ന് അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. ലോക സൃഷ്ടിയുടെ രാജാവേ യേശുനാഥ, അവിടുന്ന് രാജാതിരാജനാണ്, ഈ പ്രപഞ്ച സൃഷ്ടാവ്. ഈ നിമിഷങ്ങൾ അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളെയും യേശുനാഥ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാറ്റിൻ്റെയും അധിപനായ യേശു ക്രിസ്തുനാഥ, ഞങ്ങളുടെ ഈ ദിനത്തെ അനുഗ്രഹദായകമാക്കണമേ. അവിടുത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. സാദരം ഞങ്ങളുടെ പ്രാർത്ഥനകൾ, യാചനകൾ ശ്രവിച്ചാലും ഈ കൂട്ടായ്മയിലെ ഓരോ മക്കളുടെയും ഭവനത്തിൽ അങ്ങ് സന്ദർശിക്കണമേ. പ്രാർത്ഥിക്കുവാനോ യാചിക്കുവാനോ കഴിവില്ലാത്ത മക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥനയിലെ തെറ്റുകുറ്റങ്ങളെ സദയം ക്ഷമിക്കണമേ. ഒന്ന് ഞങ്ങൾക്കറിയാം, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമപിതാവേ യേശുനാഥ, ഞങ്ങളുടെ ഇടയിൽ കടന്നു വരിക. പാപികളും കുറവുകളുമുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. കാരണം ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിക്കാനും യാചിക്കാനും അനേകം കാര്യങ്ങളുണ്ട്. പരിശുദ്ധ മാതാവിനെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി അവിടുന്ന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. യേശുനാഥ, ഞങ്ങളുടെ ഇന്നത്തെ ദിനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളെ, ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളെ, പ്രസ്ഥാനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് വേദനയുള്ളവാക്കുന്നുണ്ടെങ്കിൽ പിതാവേ, അതിനെ ഇടവരുത്താതെ സൗമ്യമായ സംഭാഷണത്തിനായി ഞങ്ങളുടെ അധരങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ വഴിത്താരയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ആത്മബലമാണ്. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും കൈകളിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ പിതാവേ, അവിടുത്തെ മാതാവായ പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്കൊപ്പം കൂട്ടണമേ. പിതാവേ, ഞങ്ങൾ പാപികളാണ്, നിന്നിരുമാണ്. ഈ ലോക സാഹചര്യങ്ങൾ പലപ്പോഴും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. അവൻ്റെ കോട്ടയിലേക്ക് ആളുകളെ കൂട്ടുവാൻ അവൻ കുതന്ത്രങ്ങൾ മെനയുന്നു. മധുരമുള്ള വാക്കുകൾ നൽകുന്നു. ഏദൻ തോട്ടത്തിൽ ഹവയെ ആകർഷിച്ച വിലക്കപ്പെട്ട ഭംഗിയുള്ള കനി പോലെ അവൻ്റെ നാവിൽ നിന്നും ഗൂഢലക്ഷ്യത്തോടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങൾ വരുന്നു. തിന്മ ചെയ്യാനുള്ള പ്രേരണ അവൻ നൽകുന്നു. എൻ്റെ യേശു അപ്പ, ഞങ്ങളെ അത്തരം സന്ദർഭങ്ങളിൽ, അവസ്ഥകളിൽ വീഴാതെ സംരക്ഷിച്ചു നിർത്തണമേ. ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ യേശുനാഥ ഞങ്ങളെ തൊടണമേ, ഇടപെടണമേ. അവിടുത്തെ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്ന പോലെ അനേകം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. മാറാരോഗപീഠകളാൽ വലയുന്നവരുണ്ട്. ജോലിയില്ലാത്ത അവസ്ഥ, കടബാധ്യതകൾ തകർത്ത ജീവിതങ്ങൾ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, മക്കൾ വഴി തെറ്റിപ്പോയവർ, നിരവധി മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നവർ, അനേകം തവണ OET, IELTS, TOEFL തുടങ്ങി പരീക്ഷകൾ തോറ്റ മക്കൾ എന്നിങ്ങനെ പലതരം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, അവരെ തൊടണമേ. രോഗങ്ങൾക്ക് ശമനവും യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലിയും കടബാധ്യതകളെ തരണം ചെയ്യാനുള്ള വഴികളും അവിടുന്ന് നൽകണമേ. മക്കളില്ലാതെ അനേകം വർഷം വിവിധങ്ങളായ ചികിത്സ നടത്തി പരാജയപ്പെട്ടവർ ഇക്കൂട്ടായ്മയിലുണ്ട്. പിതാവേ,
അവരുടെ സങ്കടങ്ങളെ കാണണമേ. വഴിതെറ്റുപോയ മക്കളെ തിരികെ കൊണ്ടുവരുവാൻ ഈ ലോക പ്രലോഭനങ്ങളായ മദ്യം, മയക്കുമരുന്നിന് അടിമപ്പെട്ട മക്കളെ, ഗൃഹനാഥന്മാരെ, ഗൃഹനാഥകളെ എല്ലാം തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ. എത്രയോ ഭവനങ്ങളിൽ ഈ മഹാവിപത്ത് മൂലം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, തകർന്നുകൊണ്ടിരിക്കുന്നു. അവരെ തൊടണമേ. യുവജനങ്ങളെ കർത്താവെ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. വിചാരത്തേക്കാൾ വികാരത്തിന് അടിമപ്പെടുന്ന ഇന്നത്തെ യുവത്വം ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന മൗഢ്യത്തോടെ എന്തിനും തയ്യാറാകുന്ന യുവത്വങ്ങളെ പ്രത്യേകം തൊടണമേ. രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളായ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല ഭവനങ്ങളിലും പൈശാചിക നാരകീയ ശക്തികളുടെ അന്ധകാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ഒരു ഗതിയും ഇല്ലാതെ നരകജീവിതമായി മുന്നോട്ടു പോകുന്ന കുടുംബങ്ങളെ കാണുന്നു. അഭിവൃദ്ധിക്ക് വേണ്ടി പിശാചിനെ സേവിക്കുന്ന അനേകം വ്യക്തികളെ കാണുന്നു. അവർക്ക് മാനസാന്തരം നൽകണമേ. അവരുടെ മേൽ ആവശ്യിക്കുന്ന പൈശാചിക ബന്ധനത്തെ തകർത്തെറിയണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പല ജീവിതങ്ങളെയും അത്തരത്തിൽ ജീവിക്കുന്നതായി കാണുന്നു. അവരെ തൊടണമേ. പിശാചിൻ്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയണമേ. സാത്താൻ്റെ കോട്ടകൾ തകർത്തെറിയപ്പെടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തുതിക്കുന്നു. ബന്ധനങ്ങൾ പൊട്ടട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ അതിശയകരമായ വിടുതൽ ലഭിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നു. ഹൃദയം തുറക്കട്ടെ, അധരം അനങ്ങട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓ കാരുണ്യവാനായ പിതാവേ, ഇപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ. അഴിയട്ടെ, ബന്ധനക്കുരുക്കുകൾ അഴിയട്ടെ. പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടട്ടെ, തകരട്ടെ. വിടുതൽ ലഭിക്കട്ടെ. ഓ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, യാചനകളിലേക്ക് അമ്മേ കൈനീട്ടണമേ. അവിടുത്തെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ നൽകണമേ. പ്രത്യേകമായി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജനനി, കൃപയുടെ ഉറവേ, ഞങ്ങൾ സമർപ്പിച്ചതായ ഈ നിയോഗങ്ങളെ അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകി പ്രാർത്ഥിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടയ്ക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. യാചനകൾ കേട്ടതിനായി സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആവേ മരിയ, ആവേ മരിയ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.